ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായിട്ട് ഷോർട്ട് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നുള്ളതാണ്. പിന്നെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. പ്രൊഫഷണൽ പേപ്പർ ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഹ്യൂജ് എക്സ്റ്റേണൽ എക്സ്പ്ലോഷൻ ബോക്സ് A4 ഷീറ്റിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിഗിനേഴ്സിനും കൂടി യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നോർമൽ ടൂൾസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണ കോമ്പസ്, സ്കെയില്, നൈഫ്, സിസേഴ്സ് ഇത്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ A4 ഷീറ്റ് എന്ന് പറയുന്നത് സാധാരണ പേപ്പർ ക്രാഫ്റ്റേഴ്സ് സ്ക്രാപ്പ് ബുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന A4 ഷീറ്റ്സ് ആണ്. പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദ ഡീറ്റെയിലിംഗ് വീഡിയോ. ഇനി ഈ പേപ്പറിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി വലിയ സർക്കിൾ വരച്ചു കൊടുക്കണം. അപ്പോൾ പേപ്പറിൻ്റെ വിഡ്ത്തിനനുസരിച്ച് റേഡിയസ് എടുക്കാം. എൻ്റെ പേപ്പർ 22.5 സെൻറ്റിമീറ്റർ അളവിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞാൻ 11 സെൻറ്റിമീറ്റർ എടുത്ത് സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചതിന് ശേഷം നിങ്ങൾ കോമ്പസ് അനക്കാൻ പാടില്ല. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ആ സർക്കിളിൽ റേഡിയസ് കോമ്പസിന് മാറ്റാണ്ട് തന്നെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കോമ്പസ് എടുത്ത് വെക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ രണ്ടറ്റത്തേക്കുമായിട്ട് ഓരോ പോയിന്റ് ഇതുപോലെ വരച്ചു കൊടുക്കാം. പിന്നെ ന്യൂ പോയിന്റിൽ വെച്ചിട്ട് അടുത്ത നെക്സ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ ഓരോ പോയിന്റ് മാർക്ക് ചെയ്ത് 6 ഈക്വൽ ഭാഗങ്ങളാക്കി മാറ്റാം. അതിനുശേഷം ഓരോ പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന തരത്തിൽ ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹെക്സഗണൽ ഷേപ്പ് കിട്ടും. ലൈൻസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഓരോ കോർണറിലും 90 ഡിഗ്രിയിൽ 2 സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അതായത് ഓരോ ലൈനിന്റെയും രണ്ടറ്റത്തും പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബേസിൽ വരച്ച ഹെക്സഗണൽ ഷേപ്പിന്റെ ലൈന് പാരലായിട്ട് ഒരു 0.5 സെന്റിമീറ്റർ വിട്ടതിന് ശേഷം ഹെക്സഗണൽ ഷേപ്പിന്റെ പുറത്തേക്ക് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കാം. ഈ വരച്ച ലൈനും ബേസ് ലൈനും ഈക്വൽ ലെങ്ത് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. മാത്തമാറ്റിക്കലി പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ഈ ലൈൻ ഇട്ടതെന്ന് വെച്ചാൽ നമ്മളിനി എക്സ്ട്രാ വെക്കുന്ന പാർട്ട് ഒട്ടിക്കാനായിട്ട് കുറച്ച് സ്പേസ് വേണം. അതിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം വരച്ചതിന് ശേഷം ഇതുപോലെ സ്കോർ ചെയ്ത് കൊടുക്കുക. സ്കോർ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നല്ലത്. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കട്ട് ചെയ്യുന്ന സമയത്ത് ഷാർപ്പ് സിസേഴ്സ് എടുക്കുക. നിങ്ങൾ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസേഴ്സ് കൊണ്ട് വേറൊന്നും കട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും കത്രികക്ക് നല്ലത്. അപ്പം നമ്മുടെ ചെയ്യുന്ന വർക്കിന് കുറച്ചുകൂടി ഫിനിഷിങ്ങും പെർഫെക്ഷനും ഒക്കെ ഉണ്ടാവും. ഈ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത പാർട്ടില്ലേ, അത് പേപ്പറിന്റെ ഡിസൈനുള്ള ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക ഇതേപോലെ. അപ്പം നമ്മുടെ ബേസ് ഇവിടെ റെഡിയായി. ഇനി സൈഡ്സ് കട്ട് ചെയ്തെടുക്കണം. സൈഡ്സിനായി റെക്ടാങ്കുലർ ഷേപ്പിലുള്ള 6 ഈക്വൽ പോർഷനായിട്ട് കാർഡ്സ് കട്ട് ചെയ്തെടുക്കണം. ഈ റെക്ടാങ്കുലർ ഷേപ്പിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെക്സഗണൽ ഷേപ്പിന്റെ ഒരു സൈഡിന്റെ അളവിന് ഈക്വൽ ആയിരിക്കണം. മറ്റേ സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അളവിലെടുക്കാം. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് A4 ഷീറ്റിൽ നിന്ന് എത്രത്തോളം വലിപ്പമുള്ള ബോക്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ പരമാവധി ഈ പേപ്പറിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ 6 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് സ്കോർ ചെയ്ത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. നല്ല നീറ്റായിട്ട് സമാധാനത്തിൽ കട്ട് ചെയ്താൽ മതി. നിങ്ങൾക്കിനി പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. ഞാനിവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിസേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചതാണ്. പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ സ്കോർ ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹെക്സഗണൽ പാർട്ട് എടുത്തിട്ട് ഒന്ന് സൈസ് കറക്റ്റാണോ എന്ന് കൺഫേം ചെയ്യണം. അതിനുശേഷം കട്ട് ചെയ്യാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ 2 A4 ഷീറ്റ് യൂസ് ചെയ്തു. ഒന്ന് ബേസ് പാർട്ടിലേക്കും ഒന്ന് സൈഡ് പാർട്ടിലേക്കും. ഇനി വേറൊരു A4 ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബോക്സിൻ്റെ ലിഡ് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സൈഡ്സ് ഈ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്ന സമയത്ത് ഒട്ടാൻ ആവശ്യമുള്ള മിനിമം ഗ്ലൂ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഗ്ലൂ ആയാൽ കൂടുതൽ ഒട്ടുന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. കൂടുതലായാൽ ഒട്ടാൻ കുറേ സമയം എടുക്കും, വൃത്തികേടും ആവും. ബോക്സിൻ്റെ സൈഡ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത പാർട്ടിൻ്റെ കോർണേഴ്സ് കട്ട് ചെയ്യണം. അത് ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബോക്സിൻ്റെ ലിഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെയിം പ്രോസസ്സിൽ സർക്കിൾ വരച്ചെടുക്കാം. പക്ഷേ നമ്മൾ അളവ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ 11 ആണ് അളവെടുത്തണമെങ്കിൽ ഇപ്പോൾ റേഡിയസ് ആയിട്ട് 11.2 എടുക്കണം. ഒരു 2 mm എക്സ്ട്രാ ആഡ് ചെയ്യണം. 2 mm മാത്രം എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. കൂടുതലായി പോയാൽ ലിഡ് വല്ലാണ്ട് ബോക്സിൽ നിന്ന് വിട്ട് നിൽക്കുകയും ചെയ്യും. കുറവായി പോയാൽ പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ലിഡ് ബോക്സിൻ്റെ അകത്തേക്ക് വീഴുന്ന തരത്തിലാവും. അതുകൊണ്ട് മാക്സിമം 3 mm 2 mm മിനിമം. ലിഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലിഡിന് സൈഡ്സ് വേണം അല്ലേ. അപ്പം നമ്മൾ വരച്ച ഹെക്സഗണൽ ഷേപ്പിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ സൈഡ് കിട്ടുമെങ്കിൽ നല്ലത്. പക്ഷെ നമ്മൾ പരമാവധി വലിപ്പമുള്ള ബോക്സ് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ലിഡ് എല്ലാ സൈഡ്സിലും ഇതുപോലെ കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് വെക്കും. അപ്പം എക്സസൈറ്റ് വരുന്ന ഷീറ്റിൽ നിന്ന് ഇതുപോലെ ലിഡിലേക്ക് ആവശ്യമുള്ള സൈഡ്സ് കട്ട് ചെയ്തെടുക്കും. സൈഡ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തായിട്ടാണ് ഞാൻ എടുത്തത്. ഒരു 2.5 സെൻറ്റിമീറ്റർ എങ്കിലും മിനിമം വേണം. പേപ്പറിൻ്റെ കുറച്ച് പീസ് എക്സ്ട്രാ ഇതുപോലെ വെക്കണം. സൈഡ്സ് മടക്കിയിട്ട് ഒട്ടിക്കണം. ലിഡ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് സൈഡ്സ് തമ്മിൽ ഒട്ടിക്കണം. ബോക്സിന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.
പിന്നെ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ച ലിഡിൻ്റെ ഇതുപോലത്തെ സൈഡ്സില്ലേ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ബോക്സിൽ ചെയ്ത പോലെ ബേസൊന്നും ഇതുപോലെ ഒരു പാരൽ ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കണം. എന്നാൽ സൈഡ്സ് ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ. ചെയ്ത് വരുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വരച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് സ്കോർ ചെയ്യുക. പുറമേയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ സൈഡ്സിൻ്റെ ഇടയിലൊക്കെ ഓരോരോ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത പാർട്ട് ഉൾപ്പെടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ എക്സ്റ്റേണൽ ഷേപ്പിന് പുറമേയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കാം. നേരത്തെ ഡിസൈനുള്ള ഭാഗത്തേക്കാണ് മടക്കിയതെങ്കിൽ ഇത് ഡിസൈൻ ഇല്ലാത്ത ഭാഗത്തേക്കാണ് മടക്കേണ്ടത്. കാരണം ഇത് അകത്തേക്ക് വരുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി എക്സ്ട്രാ വരുന്ന പാർട്ടിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ സൈഡിലേക്കും ഇതുപോലെ കോർണറിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കട്ട് ചെയ്തിട്ടേ ആ ഭാഗം അകത്തേക്ക് വരുന്ന രീതിയിൽ അടുത്ത സൈഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്ത് കാണുന്നത് മനസ്സിലാവും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു ടിപ്പ് എന്ന് വെച്ചാൽ ഈ കാർഡിൽ തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്യുക, സെൻറ്ററിലൂടെ സ്കോർ ചെയ്തിട്ട് രണ്ട് സൈഡിൻ്റെയും കോർണറിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ക്ലിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ഡ്രൈ ആയിക്കോളും. നമുക്ക് നമ്മൾ കൈ ഉപയോഗിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബോക്സും ലിഡും റെഡിയായ സ്ഥിതിക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബോക്സ് സെറ്റായി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് പ്രൊഫഷണൽ പേപ്പർ ക്രാഫ്റ്റേഴ്സ് A4 A3 ഒക്കെ വരുന്ന ചെറിയ സൈസ് പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വലിയ ബോക്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്കുള്ള ഭാഗം കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, പക്ഷേ റേഡിയസിൻ്റെ സൈസ് കുറച്ചെടുക്കണം. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബോക്സിൻ്റെ അകത്തേക്ക് വെക്കാനുള്ള ബോക്സാണ് ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ബോക്സിന് വേണ്ടിയിട്ട് സർക്കിൾ വരക്കുന്ന സമയത്ത് 7 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തു. ലിഡിന് വേണ്ടിയിട്ട് 7.2 റേഡിയസും കൂടിയാണ് എടുത്തത്. നേരത്തെ ബേസ് കട്ട് ചെയ്യുന്ന സമയത്ത് കോർണർ ഇങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. സൈഡ്സ് ഒക്കെ ഇതുപോലെ ചെരിച്ചു വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവും ചെയ്ത് വരുമ്പം. 1 mm ഒക്കെ എക്സ്ട്രാ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി ബോക്സിന്റെ ലിഡ് നമുക്ക് അലങ്കരിച്ചെടുക്കാം. ആദ്യം ഞാനൊരു ഷെയ്ക്കർ കാർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഷെയ്ക്കർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് അലങ്കരിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിന് സൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാറ്റേൺ പേപ്പറിൽ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്തത്. അങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തു. മറ്റേ ലിഡും അതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ബോക്സും റെഡിയായി. ഇത് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. മൈക്ക് നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. പറയുന്ന കാര്യം നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയാം. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം. ബോക്സിൻ്റെ അകത്ത് ഞാൻ ഫോട്ടോസും ചോക്ലേറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റും. കുഞ്ഞുകുട്ടികൾക്കൊക്കെ ഇതൊന്നും ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.